അപ്പോൾ ഈ പറഞ്ഞ ആര്യൻ, ബിന്നി, ഷാനവാസ് ഈ 3 പേരാണ് ആ സ്റ്റാർട്ടിങ് ടാസ്കിൽ വിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ. അവർ 3 പേർക്കും ഈ പറഞ്ഞ സ്റ്റാർ ബാൻഡും കൊടുത്തിട്ടുണ്ട്, ഫുൾ ഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരിൽ നിന്നും ഈ സ്റ്റാർ ബാൻഡ് ആര് തട്ടിയെടുക്കുന്നോ അവർക്ക് ഈ പറയുന്ന അഡ്വാൻറ്റേജ് കിട്ടും. എന്താണ്, അവരുടെ ഫുൾ പാക്ക് ചെയ്ത ഡ്രസ്സ് കിട്ടും. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ആരിൽ നിന്നാണോ മോഷ്ടിച്ചത് അവൻ്റെ ഇതൊക്കെ എന്താ തിരിച്ചങ്ങോട്ടേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ടാസ്ക്. അപ്പോൾ നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ട് എന്താണ് ടാസ്ക് സീസൺ തുടങ്ങി ഒരു 1 വീക്ക് 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഓൺ ദ സ്പോട്ട് തന്നെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ബിഗ് ബോസ് പണി കൊടുത്ത് തുടങ്ങിയിരിക്കുകയാണ്. ഏരിയൻ്റെ പണിയിൽ പറഞ്ഞ പോലെ തന്നെ പ്രൊമോ പറഞ്ഞ പോലെ തന്നെ അത് നടത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. കണ്ടസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ബാൻഡ് തട്ടിയെടുക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ അത് അടിയാവാം, ചിലപ്പോൾ അത് ഭയങ്കര ബഹളാവാം. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. എന്തായാലും നടക്കട്ടെ, നല്ല രീതിയിൽ നടക്കട്ടെ. ആർക്കും വലിയ പരിക്കുകളൊന്നുമില്ലാത്ത നല്ല രീതിയിലുള്ള ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് തന്നെ എല്ലാവരും എടുക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, കളിക്കുന്ന ആൾക്ക് നിങ്ങൾ വോട്ട് കൊടുക്കാം. മുൻവൈരാഗ്യം വെച്ചിട്ടോ അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്താണ് ഒരു പേഴ്സണൽ ഫാനിനെ എതിർക്കുന്ന ഒരാൾക്ക് വേണ്ടി വോട്ട് ചെയ്യാനോ ഒന്നും നിൽക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഗെയിം കളിക്കുന്നവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക. കാരണം നമ്മളാണ് ഇവിടെ പ്രേക്ഷകരെ ഈ കണ്ടസ്റ്റൻസിനെ നിലനിർത്തുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നോക്കിയും കണ്ടും നമ്മൾ എന്ത് ചെയ്യുക, വോട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കളിക്കുന്നവർ അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ അത് നല്ലവരായിക്കോട്ടെ, ചിലപ്പോൾ മോശവരായിക്കോട്ടെ, ഗെയിം കളിക്കുന്നതാരോ അതവിടെ നിൽക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം അർഹതയില്ലാത്തവർ ചിലപ്പോൾ ഫൈനൽസിലൊക്കെ എത്തും. മുൻ സീസണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അർഹതയില്ലാത്തവർ എത്താതിരിക്കട്ടെ. എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന വേദിയാണ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അർഹതപ്പെട്ടവർക്ക് തന്നെ ആ ട്രോഫി കൈകളിൽ എത്തട്ടെ. കളിക്കുന്നവർ മാത്രം നിന്നാൽ മതി. അപ്പോൾ പ്രേക്ഷകരുടെ കയ്യിലാണ് ആര് വിജയിക്കണം ആര് തോൽക്കണം എന്നുള്ളത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, ഗെയിം കണ്ട് വരും ദിവസങ്ങളിൽ എന്ത് ചെയ്യുക, പ്രേക്ഷകർ വോട്ടിംഗ് ഒക്കെ ആരംഭിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ആളുകൾക്ക് മാത്രം വോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേയിലെ റിവ്യൂ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.